റമദാൻ മാസത്തിലെ ഫാസ്റ്റിംഗ് അശാസ്ത്രീയമാണ്. 12 മുതൽ 14 മണിക്കൂറൊക്കെ വെള്ളം കുടിക്കാതെ എടുക്കുന്ന നോമ്പ് ശരിയല്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ റമദാൻ മാസത്തിലെ നോമ്പ് ആരോഗ്യമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് നിർബന്ധമാക്കിയിട്ടുള്ളത്. രോഗികൾ, കുട്ടികൾ അതുപോലെ തന്നെ പലരെയും ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. റമദാൻ മാസത്തിൽ നോമ്പെടുക്കുമ്പോൾ ആരോഗ്യമുള്ള ആൾക്കാർ നോമ്പിന് ശേഷം രാത്രി സമയത്ത് നന്നായിട്ട് വെള്ളം കുടിക്കണം. 2 ലിറ്ററോളം വെള്ളം എല്ലാ ദിവസവും കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സാധാരണ ഭക്ഷണത്തിൽ നിന്നൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വെള്ളം ലഭിക്കും. ഇതോടുകൂടെ തന്നെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കൂടെ കഴിക്കാൻ ശ്രമിക്കണം. നമ്മുടെ ശരീരത്തിൽ നോമ്പെടുക്കുന്ന സമയത്ത് മെറ്റബോളിക് വാട്ടർ എന്ന് പറഞ്ഞിട്ട് ശരീരം തന്നെ വെള്ളം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ് ഇതൊക്കെ ഡൈജസ്റ്റ് ചെയ്തിട്ട് ശരീരത്തിനുള്ളിൽ തന്നെ വെള്ളം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് ഏകദേശം 100 to 125 മില്ലി ലിറ്റർ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നോർമൽ ഒരാൾ നോമ്പെടുക്കുമ്പോൾ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ പോലും ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ വരാനുള്ള സാധ്യത കുറവാണ്. മൈൽഡ് ഡീഹൈഡ്രേഷൻ എല്ലാവർക്കും ഉണ്ടാവും. എന്നാൽ സിവിയർ ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തലകറക്കം, തലചുറ്റൽ, ദാഹമുണ്ടായിട്ടും വെള്ളം കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ, മൂത്രത്തിൻ്റെ അളവ് വളരെയധികം കുറയുക, ഇത്തരം ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ്. എന്നാൽ പൊതുവേ നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയാണെങ്കിൽ റമദാൻ മാസത്തിൽ നല്ല രീതിയിൽ മൂത്രം ഒഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഡീഹൈഡ്രേഷൻ ഇല്ല, നോമ്പെടുക്കാം എന്നാണ് അർത്ഥം.